ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമായ വർമ്മ ഇൻഡസ്ട്രീസ് പ്രകമ്പനം കൊള്ളുന്നത് സിദ്ധാർത്ഥ് വർമ്മ എന്നൊരൊറ്റ മനുഷ്യന്റെ ശബ്ദത്തിലാണ്. രാവിലെ 9 മണിക്ക് അവന്റെ കറുത്ത ബെൻസ് കാർ ഓഫീസിന് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ജീവനക്കാർ ശ്വാസമടക്കിപ്പിടിക്കും. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സിഇഒ. അതേസമയം നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഒരു ചെറിയ വാടക വീട്ടിൽ മീര തന്റെ ജോലിക്കായി തയ്യാറെടുക്കുകയായിരുന്നു. സുന്ദരി എന്ന വാക്കിനേക്കാൾ ഉപരി ഒരു തുളസിക്കതിർ പോലെ നൗർമല്യമായ സുന്ദരി. രോഗിയായ അമ്മയും പഠിക്കുന്ന അനിയനും അടങ്ങുന്ന അവളുടെ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു വർമ്മ ഇൻഡസ്ട്രിയിൽ അവൾക്ക് ലഭിച്ച ഈ ജോലി. ആദ്യ ദിവസം തന്നെ മീര വൈകിയാണ് എത്തിയത്. ബസ്സിൽ വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ അവൾ ഓടിക്കിതച്ച് ഓഫീസിലെത്തുമ്പോൾ ലിഫ്റ്റിന് മുന്നിൽ ഗൗരവത്തോടെ സിദ്ധാർത്ഥ് നിൽപ്പുണ്ടായിരുന്നു. പരിഭ്രമത്തിനിടയിൽ മീര അവന്റെ ദേഹത്ത് തട്ടി കയ്യിലിരുന്ന ഫയലുകൾ നിലത്ത് വീണു. "നിനക്ക് കണ്ണു കാണില്ലേ? അതോ വഴിയിൽ സ്വപ്നം കണ്ടു നടക്കുകയാണോ?" സിദ്ധാർത്ഥിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ ഹാൾ മുഴുവൻ മുഴങ്ങി. മീര പേടിച്ച് വിറച്ചുപോയി. ഭയം കൊണ്ട് ക്ഷമ ചോദിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് ഓഫീസിൽ മീരയ്ക്ക് ഓരോ ദിവസവും അഗ്നിപരീക്ഷയായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും സിദ്ധാർത്ഥ് അവളെ ക്രൂരമായി വിമർശിച്ചു. മറ്റു ജീവനക്കാരുടെ മുൻപിൽ വെച്ച് അവൻ അവളെ പരിഹസിക്കുമായിരുന്നു. "തന്റെ ഈ പാവം ലുക്ക് കൊണ്ട് ബിസിനസ് നടക്കില്ല മീര, ബിസിനസ്സിൽ കാര്യക്ഷമത വേണം" എന്നവൻ എപ്പോഴും പറയുമായിരുന്നു. ഒരു ദിവസം കനത്ത മഴയുള്ള വൈകുന്നേരം. എല്ലാവരും ജോലി കഴിഞ്ഞു പോയിട്ടും മീര അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് ഏൽപ്പിച്ച വലിയൊരു പ്രൊജക്ട് റിപ്പോർട്ട് തീർക്കാതെ പോകാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞു. പെട്ടെന്ന് സിദ്ധാർത്ഥ് തന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്നു. ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞു തുടങ്ങിയിരുന്നു. മീരയുടെ ടേബിളിലെ ചെറിയ ലാമ്പ് മാത്രം ആ വലിയ ഹാളിൽ പ്രകാശിച്ചു നിന്നു. തളർച്ചയോടെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്ന മീരയെ സിദ്ധാർത്ഥ് കുറച്ചുനേരം നിശബ്ദനായി നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ഉറക്കക്ഷീണമുണ്ടായിരുന്നു. എങ്കിലും ആ ജോലി പൂർത്തിയാക്കണമെന്ന വാശി ആ മുഖത്ത് വ്യക്തമായിരുന്നു. "ഇതുവരെ പോയില്ലേ?" അവന്റെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു മയമുണ്ടായിരുന്നു. മീര ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. "ഇല്ല സർ, ഈ റിപ്പോർട്ട് തീർക്കാൻ." പരിഭ്രമം കൊണ്ട് അവളുടെ ശബ്ദം ഇടറി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. മീര പേടിയോടെ തല താഴ്ത്തി നിന്നു. എന്നാൽ അപ്രതീക്ഷിതമായി സിദ്ധാർത്ഥ് അവളുടെ ലാപ്ടോപ്പിലെ ഫയലുകൾ പരിശോധിച്ചു. "മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നിട്ട് പകുതി പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ താൻ?" അവൻ കടുത്ത ഭാഷയിൽ തന്നെ ചോദിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. "ക്ഷമിക്കണം സർ, ഇതിലെ ഡാറ്റ കുറച്ച് ടഫാണ്." "മതി." അവൻ അവളുടെ കയ്യിൽ നിന്നും ആ ഫയലുകൾ പിടിച്ചു വാങ്ങി. "ഇനി ഇത് ഞാൻ നോക്കിക്കോളാം. താൻ പൊയ്ക്കോ." ഇത്രയും രാത്രി ഒരു പെൺകുട്ടി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കമ്പനിക്ക് നല്ലതല്ല. അവൾക്കത് വിശ്വസിക്കാനായില്ല. എപ്പോഴും ദേഷ്യപ്പെടാറുള്ള സിദ്ധാർത്ഥാണോ ഇത് പറയുന്നത്? പുറത്ത് മഴ തകർത്ത് പെയ്യുകയായിരുന്നു. ബസ് കിട്ടാൻ പ്രയാസമാണെന്ന് അവൾക്കറിയാമായിരുന്നു. "അത് സർ, പുറത്ത് നല്ല മഴയാണ് എനിക്ക്." അവൾ പാതിയിൽ നിർത്തി. സിദ്ധാർത്ഥ് തന്റെ കോട്ട് കയ്യിലെടുത്ത് ഗൗരവത്തിൽ അവളെ നോക്കി. "എന്റെ കൂടെ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം." "വേണ്ട സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം." മീര വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് തന്റെ വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് പുച്ഛത്തോടെ അവളെ ഒന്നുഴിഞ്ഞു നോക്കി. "രാത്രി 10:30 കഴിഞ്ഞു. ഈ സമയത്ത് പുറത്തിറങ്ങി നിന്ന് ആരെങ്കിലും വന്ന് ലിഫ്റ്റ് തരുമെന്ന് സ്വപ്നം കാണുകയാണോ? അതോ നാളെ ഓഫീസ് ടൈമിന് വരാതിരിക്കാൻ പുതിയ ഓരോ ഒഴികഴിവുകൾ കണ്ടുപിടിക്കുകയാണോ? മര്യാദയ്ക്ക് കാറിൽ കയറാൻ നോക്ക്." അവന്റെ ശബ്ദത്തിലെ കർക്കശം മീരയെ തളർത്തി. മറുത്തു പറയാൻ ധൈര്യമില്ലാതെ അവൾ തല താഴ്ത്തി അവന് പിന്നാലെ നടന്നു. പാർക്കിംഗ് ഏരിയയിൽ മഴയുടെ ഇരമ്പൽ മാത്രം. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് സീറ്റിലിരിക്കുമ്പോൾ അവളുടെ വസ്ത്രത്തിൽ നിന്നുള്ള നേർത്ത തുളസിക്കതിരിന്റെ മണം കാറിനുള്ളിൽ പടർന്നു. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചെങ്കിലും മുഖത്തെ ഗൗരവം ഒട്ടും കുറച്ചില്ല. മഴയിലൂടെ അവന്റെ കറുത്ത ബെൻസ് ചീറിപ്പാഞ്ഞു. ഉള്ളിൽ ഭയപ്പെടുത്തുന്ന നിശബ്ദത. ഇടയ്ക്ക് മീരയുടെ ഫോൺ ശബ്ദിച്ചു. അമ്മയായിരുന്നു. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ." അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഫോൺ വെച്ചതും സിദ്ധാർത്ഥിന്റെ പരിഹാസം കലർന്ന ശബ്ദം ഉയർന്നു. "ജോലി ചെയ്യാൻ കാര്യക്ഷമതയില്ലെങ്കിലും വീട്ടിൽ കള്ളം പറയാൻ നല്ല മിടുക്കുണ്ടല്ലോ തനിക്ക്. സമയം പാലിക്കാൻ പഠിക്കാത്തവർക്ക് ഈ വർമ്മ ഇൻഡസ്ട്രീസിൽ അധികകാലം നിലനിൽപ്പില്ല. നാളെ രാവിലെ 9 മണിക്ക് ടേബിളിൽ ആ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഫുൾ സ്റ്റോപ്പും കോമയും വരെ ഞാൻ കൃത്യമായി നോക്കും." "ശരി സർ," അവൾ വീടുമ്പലടക്കി പറഞ്ഞു. "കരഞ്ഞ് മെലോഡ്രാമ ഉണ്ടാക്കാൻ നിൽക്കണ്ട. എനിക്ക് കണ്ണീർ കണ്ടാൽ അലിഞ്ഞു പോകുന്ന സ്വഭാവമില്ല. ഇതെന്റെ ബിസിനസ് സാമ്രാജ്യമാണ്, ചാരിറ്റി ഹോമല്ല." അവൻ സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. മീരയുടെ വീടിന് മുൻപിൽ കാർ നിർത്തി. ഒരു ചെറിയ വാടക വീട്. മഴയിൽ നനഞ്ഞു കുതിർന്ന ആ പരിസരം അവൻ പുച്ഛത്തോടെ ഒന്ന് നോക്കി. അവൾ കാറിൽ നിന്നിറങ്ങി നന്ദി പറയാൻ തുടങ്ങും മുൻപേ അവൻ ഗ്ലാസ് ഉയർത്തി കൈഞ്ഞിരുന്നു. അവൻ കാർ വേഗത്തിൽ ഓടിച്ചുപോയി. പക്ഷേ റിയർവ്യൂ മിററിലൂടെ മഴയത്ത് ഓടി വീട്ടിനുള്ളിലേക്ക് കയറുന്ന
ആ മെലിഞ്ഞ രൂപത്തെ അവൻ അറിയാതെ ഒന്ന് നോക്കിപ്പോയി. ആ നോട്ടത്തിൽ ദയവായിരുന്നില്ല, മറിച്ച് എന്തൊരു അവജ്ഞയും ഒപ്പം പിടികൊടുക്കാത്ത ഗൗരവവുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് തന്നെ സിദ്ധാർത്ഥ് ഓഫീസിലെത്തി. മീരയുടെ സീറ്റിലേക്ക് നോക്കിയ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ വിരിഞ്ഞു. കൃത്യസമയത്ത് തന്നെ അവൾ അവിടെ ഇരിപ്പുണ്ട്. അവളുടെ ടേബിളിൽ ആ റിപ്പോർട്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെ ക്യാബിനിലേക്ക് നടന്നു. മീര, ആ ഫയലുമായി അകത്തേക്ക് വാ. അവന്റെ ശബ്ദം ആ ഹാളിൽ പ്രകമ്പനം കൊള്ളിച്ചു. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന പടയാളിയെപ്പോലെ മീര ആ ഫയലുമായി അവന്റെ മുറിയിലേക്ക് നടന്നു. മീര ആ ഫയലുമായി അവന്റെ ക്യാബിനിലേക്ക് കയറി. സിദ്ധാർത്ഥ് തന്റെ സീറ്റിലിരുന്ന് ഒരു പരുന്തിനെ പോലെ അവളെ നോക്കി. റിപ്പോർട്ട് ഇവിടെ വെക്ക്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. മീര വിറക്കുന്ന കൈകളോടെ ഫയൽ മേശപ്പുറത്ത് വെച്ചു. അവൻ ഓരോ പേജും അതിവേഗം മറിച്ചു നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് പുറത്തേക്ക് കേൾക്കാവുന്നത്ര ഉച്ചത്തിലായിരുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥ് ഫയൽ ശക്തിയോടെ അടച്ചു. അക്ഷരത്തെറ്റുകൾ കുറവുണ്ട്, പക്ഷേ പ്രസന്റേഷൻ അത്ര പോരാ. താൻ പോയി ഇത് റീവർക്ക് ചെയ്യും, അവൻ അവളെ നോക്കാതെ പറഞ്ഞു. സത്യത്തിൽ ആ റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ അവന്റെ ഈഗോ അനുവദിച്ചില്ല. മീര പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും വിളിച്ചു. നിൽക്ക്, ഇന്ന് വൈകുന്നേരം നമുക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. സിറ്റിയിലെ പ്രമുഖ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, താനും കൂടെ വരണം. പക്ഷേ സാർ, എനിക്ക് അനിയനെ ഹോസ്പിറ്റലിൽ, എനിക്ക് തന്റെ വീട്ടിലെ കാര്യങ്ങൾ കേൾക്കേണ്ട മീര. അവൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു. ഇത് വർമ്മ ഇൻഡസ്ട്രീസ് ആണ്. ഇവിടെ പേഴ്സണൽ കാര്യങ്ങൾക്കും സെന്റിമെന്റ്സിനും സ്ഥാനമില്ല. വരാൻ പറ്റിയില്ലെങ്കിൽ ഈ നിമിഷം രാജിക്കത്ത് തന്നിട്ട് പോകാം. ഐ ഡോണ്ട് കെയർ. അവൾ നിശബ്ദമായി പുറത്തേക്ക് നടന്നു. വൈകുന്നേരം ആഡംബര ഹോട്ടലിലെ ആ മീറ്റിംഗിനിടയിൽ മീര ഇളം റോസ് കളർ ഷിഫോൺ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. അതിൽ അവൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. അവിടെ വെച്ചൊരു ഇൻവെസ്റ്റർ മീരയോട് മോശമായി സംസാരിക്കാൻ ശ്രമിച്ചു. മദ്യലഹരിയിലായിരുന്ന അയാൾ മീരയുടെ തോളിൽ കൈവച്ച് എന്തോ അശ്ലീലം പറഞ്ഞു. മീര ഭയന്ന് പിന്നോട്ട് മാറി. അതുവരെ ബിസിനസ് കാര്യങ്ങളിൽ മുഴുകിയിരുന്ന സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ചുവന്നു. അവൻ തന്റെ ഗ്ലാസ് മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. എല്ലാവരും ഞെട്ടി അവനെ നോക്കി. അവൻ ആ ഇൻവെസ്റ്ററുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് അയാളുടെ കൈ പിടിച്ചു തിരിച്ചു. വർമ്മ ഇൻഡസ്ട്രീസിലെ സ്റ്റാഫിനെ തൊടാൻ തനിക്ക് ധൈര്യമായോ? അവന്റെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. സിദ്ധാർത്ഥ്, അതൊരു തമാശ, അയാൾ വിക്കി. ഗെറ്റ് ഔട്ട്, സിദ്ധാർത്ഥ് അലറി. നിന്റെ പണം എനിക്ക് വേണ്ട. എന്റെ കമ്പനിയിലെ ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കാൻ അറിയില്ലെങ്കിൽ നീ എന്റെ പടി ചവിട്ടരുത്. മീര അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. തന്നെ രക്ഷിച്ച സിദ്ധാർത്ഥിനോട് നന്ദി പറയാൻ അവൾ അടുത്തേക്ക് ചെന്നതും അവൻ കൈ കാണിച്ച് അവളെ തടഞ്ഞു. താൻ കൂടുതൽ സന്തോഷിക്കണ്ട. താൻ എന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്, അല്ലാതെ തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. പോയി കാറിൽ കയറിയിരിക്ക്. തനിക്ക് ഇത്രയൊക്കെയുള്ളൂ എന്ന് എനിക്കറിയാം. അവന്റെ ആ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല. പക്ഷെ ആ ദേഷ്യത്തിന് പിന്നിൽ ഒരു കവചം പോലെ തന്നെ സംരക്ഷിക്കുന്ന ഒരു കരുത്തുള്ളതായി മീരയ്ക്ക് ആദ്യമായി തോന്നി. അടുത്ത ദിവസം രാവിലെ മീര ഓഫീസിലെത്തിയപ്പോൾ അവളുടെ ഡെസ്കിൽ ഫയലുകളുടെ വലിയൊരു കൂമ്പാരമായിരുന്നു. സിദ്ധാർത്ഥ് തന്റെ ക്യാബിനിൽ നിന്ന് ഗ്ലാസ് വാതിലിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ ഡാറ്റ എല്ലാം അനലൈസ് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് വേണം. പറ്റില്ലെങ്കിൽ ഇപ്പോൾ തന്നെ റിസൈൻ ചെയ്യാം. ഇന്റർകോമിലൂടെ അവന്റെ തണുത്ത ശബ്ദം മീരയുടെ കാതുകളിൽ മുഴങ്ങി. മീര ഒന്നും മിണ്ടിയില്ല. വിശപ്പിന്റെ അലർച്ചയെ മറന്ന് അവൾ ജോലിയിൽ മുഴുകി. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ അവൾ കഠിനമായി പരിശ്രമിക്കുന്നത് കണ്ടിട്ടും സിദ്ധാർത്ഥ് ഒരു ദയയും കാണിച്ചില്ല. പകരം ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഫോണിലൂടെ അവളെ വിരട്ടിക്കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും മീരയുടെ ബോധം മറയുന്ന അവസ്ഥയിലായി. ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് വീട്ടിൽ നിന്നും കോൾ വരുന്നത്. അനിയനെ പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന വാർത്തയായിരുന്നു അത്. മീര ആകെ തകർന്നുപോയി. കയ്യിൽ പണമില്ല, സഹായത്തിനാരുമില്ല. അവൾ ഓടിക്കിതച്ച് സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് ചെന്നു. സർ, എനിക്ക് വീട്ടിൽ പോകണം. അനിയന് സുഖമില്ല, കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു. സിദ്ധാർത്ഥ് തന്റെ കസേരയിൽ ചാരിയിരുന്ന് അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. മീര, ഞാൻ പറഞ്ഞ ജോലി കഴിഞ്ഞു? ഇല്ല സർ, കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഞാൻ നാളെ വന്ന് തീർക്കാം, പ്ലീസ് സർ. നാളെ വേണ്ട മീര, ഇപ്പോഴേ പോകാം എന്നേക്കുമായി. അവനൊരു ചെക്ക് ബുക്ക് എടുത്ത് അതിലെന്തോ എഴുതി അവളുടെ നേരെ എറിഞ്ഞു. ഇത് നിന്റെ അഡ്വാൻസ് ശമ്പളമാണ്, കയ്യിൽ വെച്ചോ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എനിക്ക് വേണ്ടത് റിസൾട്ടാണ്. നാളെ രാവിലെ 9 മണിക്ക് ആ ഫയൽ തീർന്നിട്ടില്ലെങ്കിൽ നീ ഈ കമ്പനിയുടെ പടി കയറരുത്. ആ ചെക്കിൽ വലിയൊരു തുക അവൻ എഴുതിയിരുന്നു. അവളുടെ പ്രശ്നങ്ങൾ അവൻ അറിഞ്ഞോ എന്നവൾ അത്ഭുതപ്പെട്ടു. പക്ഷെ അവന്റെ കണ്ണുകളിലെ ആ ദേഷ്യം കണ്ടപ്പോൾ നന്ദി പറയാൻ പോലും അവൾക്ക് പേടിയായി. പോയിട്ട് നാളെ കൃത്യസമയത്ത് വരാൻ നോക്ക്, അവൻ അലറി. മീര പണവുമായി ഹോസ്പിറ്റലിലേക്ക് ഓടി. സിദ്ധാർത്ഥ് തന്റെ വിൻഡോയിലൂടെ അവൾ പോകുന്നത് നോക്കി നിന്നു. അവന്റെ മുഖത്ത് ആ പഴയ പുച്ഛം തന്നെയായിരുന്നു.